നമ്മൾ നവംബർ മാസത്തിലാണ്. നിത്യതയെപ്പറ്റിയും നിത്യജീവനെ പറ്റിയുമുള്ള സുവിശേഷ ഭാഗം തന്നെയാണ് അത് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ശുദ്ധീരാത്മാക്കളെ പറ്റിയുള്ള പ്രസംഗങ്ങളൊക്കെ വീഡിയോയിലൂടെ യൂട്യൂബിൽ ഇട്ടപ്പോൾ ധാരാളം പേർ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛൻ ഇത്രയും പേരെ ഇങ്ങനെ രക്ഷിക്കുന്നു, അനീഷച്ചനടക്കം ഒരു ഫോട്ടോ എടുക്കാൻ വരാഞ്ഞു, ഇങ്ങനെയൊക്കെ കളിയാക്കിക്കൊണ്ട് ധാരാളം പേർ ചോദിക്കുകയുണ്ടായി. അതുപോലൊരു ചോദ്യമാണ് ഇവിടെയും. സദുക്കായർ, അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചില്ല. ഇവിടെ തിന്നുക, ജീവിക്കുക, സൂഹിക്കുക, മരിച്ചു പട്ടിയെപ്പോലെ അതെ മണ്ണിലോട്ട് പോവുക, അതിൽ കവിഞ്ഞ് അവർക്ക് ഒരു വീക്ഷണം ജീവിതത്തെപ്പറ്റി ഇല്ലായിരുന്നു. എന്നാൽ ഫരിസീയർ തിരിച്ചായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നു അതെ മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന്. അതുകൊണ്ട് ഈ സദുക്കായരാണ് കർത്താവിനെ അവന് പരീക്ഷിക്കാനായിട്ട് ഈ ചോദ്യവുമായിട്ട് വന്നത്. 7 പെണ്ണുങ്ങളെ കെട്ടിയ ഒരുവൻ്റെ കഥയുമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നും ഇപ്രകാരം നിത്യതയെപ്പറ്റി അറിവില്ലാത്തവർ, നിത്യതയെപ്പറ്റി സംശയിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചോദിക്കും. അതെ അവർ എവിടെയാണ്, അവിടെ ഒരു സ്ഥലമുണ്ടോ, അതെ അവരുടെ ശരീരം എങ്ങനെയാണ് എന്നൊക്കെ ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ന്യായമായ ഒരു ചോദ്യം ആണ് ഇയാൾ കൊണ്ടുവരുന്നത്. കാരണം അയാൾക്ക് നിത്യതയെപ്പറ്റി അറിവില്ല. നമുക്കറിയാം നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ നിത്യതയെപ്പറ്റിയുള്ള അറിവ് വളരെ ഭാഗികമാണ്. കാരണം അവരെ സംബന്ധിച്ചോളം മരിക്കും, ഒന്നെങ്കിൽ നരകത്തിൽ പോകും അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകും. അതിനിടയ്ക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് അവർക്ക് ചിന്തിക്കാൻ ആവതല്ല. അവർക്ക് നമ്മുടെ പ്രാർത്ഥന കൊടുക്കാൻ സാധിക്കുമെന്ന് അവർക്ക് ചിന്തിക്കത്തില്ല. ഈ ചിന്താധാരണ ഇന്ന് പല കത്തോലിക്കരുടെ ഇടയിലും വ്യാപകമായിട്ടുണ്ട്. മരിച്ചാൽ പിന്നീട് അത് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ട് വിശേഷമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പണ്ടൊക്കെ നമുക്കുണ്ടായിരുന്ന മരിച്ചവരോടുള്ള ആ ഭക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക, ദാനധർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനത്തുള്ളതൊക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇവിടെ ഈ സുവിശേഷ ഭാഗം വളരെ അർത്ഥവത്തായ ഒന്നാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓർത്താൽ നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിക്കുന്നു. നമുക്ക് 2 ജനനം ഉണ്ട്. ഒന്ന് ശാരീരികമായ ജനനം. ആ ശാരീരികമായ ജനനത്തിൽ കൂടി നമ്മൾ നമ്മുടെ അച്ചാച്ചനെ അപ്പച്ച അല്ലെ അപ്പ എന്ന് വിളിക്കുന്നു. എന്നാൽ രണ്ടാമതൊരു ജനനം നമുക്കുണ്ടായിരുന്നു. ആ ജനനം മാമോദിസായിലെ ജനനം ആണ്. അവിടെ നമ്മൾ ദൈവത്തെ, സ്വർഗീയ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കുന്നു. അപ്പൊ 2 ജന്മങ്ങൾ ഉള്ളവരാണ് ഒരു ക്രിസ്ത്യാനി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആദ്യത്തെ ജന്മം ശാരീരികമായി ജഡികമായി ഈ ലോകത്തിൽ ജീവിക്കാനാണ്. നമ്മൾ പറയും അപ്പൻ്റെ അമ്മയുടെ രക്തത്തിലാണ് പിറന്നെന്ന്. ഹല്ലേലൂയ. അപ്പോൾ അപ്പനെ അമ്മയും പോലെ ജീവിക്കാനുള്ള പ്രവണതകളും അതുപോലുള്ള ശാരീരികമായ താല്പര്യങ്ങളും നമുക്കുണ്ട്. അതാണ് നമുക്ക് സെക്ഷുവലായിട്ട്, നമുക്ക് ലൈംഗികമായിട്ടുള്ള പ്രവണതകളുണ്ട്. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ നമുക്കറിയാം, മണ്ണിൽ കളിക്കാൻ തുടങ്ങുമ്പം ഭാര്യയും ഭർത്താവും കളിക്കും. നമുക്കറിയാം അപ്പനും അമ്മയും കളിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ അന്തരാത്മാവിൽ ദൈവം തന്നെ വച്ചിരിക്കുന്ന ഒരു കൃപയാണ് ഒരു ഭാര്യയും ഭർത്താവുമായി തീരാനായിട്ട്. ആ വിവാഹം എന്ന കൂടാശ നമുക്കറിയാം ആരംഭത്തിൽ തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ജഡത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതാണ് സ്വാഭാവികമായിട്ട് ഒരാണായാലും ഒരു പെണ്ണായാലും അത് എതിർ വിഭാഗത്തിലുള്ള ആളുകളോടുള്ള ആകർഷണമാണ്. അതെ ഒരു പെണ്ണ് അല്ലെ ഒരു ചെറുക്കൻ തേടുകയാണൊരു ചെറുക്കനെ അല്ലെ ഒരു പെണ്ണിനെ. അതാണ് ഒരു വിവാഹത്തിൽ കലാശിക്കുന്നത്. ഇത് ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ഒരു പ്രവണതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ ഓർക്കണം, മരണത്തോടുകൂടി ഈ പ്രവണത തീരും. നമ്മൾ ജഡത്തോട് സുല്ലിടും. നമ്മൾ മരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജഡം മണ്ണോട് മണ്ണ് പോകും. ഹല്ലേലൂയ. എന്നാൽ നമ്മളുടെ ഒരു വ്യക്തിത്വമുണ്ട്. ഉദാഹരണം, ഞാൻ മഞ്ഞാക്കലച്ചനാണ്, എനിക്കൊരു ശരീരമുണ്ട്, എൻ്റെ ശരീരം മണ്ണിൽ പോകും, എന്നാൽ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരാണ്? ആദ്യമേ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ, അതെ അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും അണ്ടവും ബീജവും തമ്മിൽ യോജിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം എന്നിൽ ഊതി എനിക്ക് ജീവൻ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭ്രൂണഹത്യ നമ്മൾ മുഖമായിട്ട് എതിർക്കുന്നത്. കത്തോലിക്ക സഭ എപ്പോഴും എതിർക്കും ഭ്രൂണഹത്യ. അതായത് ഒരു കുട്ടിയുടെ ജന്മത്തിന് 1 മിനിറ്റിന് ശേഷം പോലും പാടില്ല. കാരണം
അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് ആ കുട്ടിക്ക് ജീവൻ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആ ജീവദാതാവായ കർത്താവ് ജീവൻ ഊതുകയാണ്. അപ്പോൾ അതെൻ്റെ വ്യക്തിത്വം ആണ്. മഞ്ഞാക്കലച്ചൻ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടു. ഹല്ലേലൂയ. ആ ജഡം അമ്മയുടെ ആഹാരമൊക്കെ കഴിച്ച് വയറ്റിൽ 9 മാസം കടന്ന് വളർന്നു. പെറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുലപ്പാല് കുടിച്ചു. അത് കഴിഞ്ഞ് അത് നമുക്കറിയാം, പാലും മുട്ടയും മറ്റാഹാരങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ശരീരം ഇങ്ങു വളർന്നു. എന്നാൽ എന്നിലുള്ള വ്യക്തിത്വം, ഹല്ലേലൂയ ഹല്ലേലൂയ, അതിലേക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് എന്നെ ഒരു ദൈവ മകനാക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ജഡികമല്ല, ആത്മീയമായ മനുഷ്യനാണ്. ഞാനങ്ങനെ ദൈവത്തെ അപ്പച്ച, അബ്ബ, പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയവനായി. ലോകത്തുള്ള എല്ലാ കത്തോലിക്കരോടും ക്രിസ്ത്യാനികളോടും കൂടി ഒരു സഹോദരനും സഹോദരിയുമായി സഭയിലെ അംഗമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. യേശുവിൻ്റെ മൗലിക ശരീരത്തിലെ അംഗമായി തീർന്നു. ആര്? ഞാൻ. ഈ ഞാനാണ് എൻ്റെ ജഡത്തിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ ജഡത്തിൽ എനിക്ക് നന്മ ചെയ്യാം, തിന്മയും ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ സ്വതന്ത്രനാണ്. അപ്പം ഞാൻ എന്ന വ്യക്തി അതെ എൻ്റെ ജഡത്തിൽ നന്മകൾ ചെയ്താൽ അതിൻ്റെ ഫലം സ്വർഗത്തിൽ നിക്ഷേപിച്ചു വയ്ക്കും. ഞാൻ തിന്മകൾ ചെയ്താൽ അതിൻ്റെയും കണക്ക് നിത്യജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ദേഹിയിൽ നിന്ന് അത് വെടിയുമ്പോൾ, എൻ്റെ ജീവൻ വെടിയുമ്പോൾ അത് കണക്കിന് എൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇനിയും അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊള്ളുന്ന ഒരു കുട്ടിക്കാണ് അത് കർത്താവിൻ്റെ ആദ്യത്തെയുള്ള അനുഗ്രഹം, അതായത് പെറ്റുപെരുകുക. നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോലെ കർത്താവ് കൊടുത്ത ഒരു 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 എന്താണ് കൽപ്പനയാണ് വർദ്ധിച്ചു പെരുകുക, പെറ്റുപെരുക, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇത് എൻ്റെ ജഡത്തോട്, എൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തോട് കർത്താവ് തന്ന കൽപ്പനയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കൽപ്പന എൻ്റെ മരണത്തോടുകൂടി അവസാനിക്കുന്നു. ഹല്ലേലൂയ. ഈ കൽപ്പന മാത്രമല്ല, ഈ കൽപ്പനകളുടെ പാലനം മുഴുവൻ എൻ്റെ മരണത്തോടുകൂടി അവസാനിക്കുന്നു. കൽപ്പന പാലിച്ച് എനിക്ക് ജീവിച്ച് യേശുവിനെ സ്നേഹിക്കാൻ എൻ്റെ മരണം വരെ എനിക്ക് സാധിക്കും. അതേസമയം കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് എനിക്ക് തിന്മ വർദ്ധിപ്പിക്കാനും കഴിയും. എപ്പോൾ വരെ? എൻ്റെ മരണനിമിഷം വരെ. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ജഡത്തിൽ, എൻ്റെ ശരീരത്തിൽ ആണ് ഞാൻ കൽപ്പന പാലിക്കുന്നത്. ആ കൽപ്പന അനുസരിച്ച് അത് നന്മ ചെയ്യുന്നതോ അതെ തിന്മ ചെയ്യുന്നതോ. അപ്പോൾ ആ ജഡത്തിൽ തന്ന കർത്താവിന്റെ കൽപ്പനയാണ് പെറ്റുപെരുക. അതിനുവേണ്ടിയാണ് മനുഷ്യന് ലൈംഗികത നൽകിയത്. ഹല്ലേലൂയ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ഈ ജഡത്തിലായിരിക്കുമ്പോൾ അജഡികമായ എന്ന് പറഞ്ഞാൽ ജഡികമല്ലാത്ത ആത്മീയ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം നമുക്ക് പരിമിതിയാണ്. നമ്മൾ ഈ ലോകത്തോട് ഇതിൻ്റെ കീഴിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഈ ഭൗമിക രീതിയിൽ ചിന്തിക്കുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ പെൺകെട്ട് നോക്കിയിരിക്കാൻ രണ്ടുപേരും കൂടി ലൈംഗിക ബന്ധം ഉണ്ടായി പിള്ളേരുണ്ടാകാൻ. ഇത് അത് നമ്മുടെ മാനുഷിക മാനം ആണ്. എന്നാൽ ആധ്യാത്മിക മാനം എന്താണ്? വിവാഹത്തിലൂടെ സഭ തന്നെ പഠിപ്പിക്കുന്നത് രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുക. ഹല്ലേലൂയ. ലൈംഗികതയും കുട്ടി ഉണ്ടാകുന്നതും രണ്ടാമത്തെ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഭാര്യ ഭർത്താവ് ഒന്നായിത്തീരുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സാമുവേൽ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നില്ലേ, രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ഒരാൾക്ക് മക്കളുണ്ടായിരുന്നു, മറ്റേ ആളിന് മക്കളില്ലായിരുന്നു. അപ്പോൾ അവൾ പോയി കരയുമാ, ദൈവമേ മറ്റവർക്ക് മക്കളുണ്ട്, എനിക്ക് മക്കളിലോ അസൂയ എല്ലാം മറ്റു കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഭർത്താവ് പറയുമായിരുന്നു, അതെ ഞാൻ 10 മക്കളെക്കാൾ നല്ലതല്ലേ നിനക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാണ്, ആ സ്നേഹബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വിവാഹ ജീവിതത്തിൽ. ഇത് ഭൗമികതയിൽ ജീവിക്കുന്ന, ജഡികതയിൽ ജീവിക്കുന്ന മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കല്യാണം എന്ന് പറയുമ്പോൾ ഇപ്പൊ കല്യാണത്തിന് മുമ്പേ തന്നെ ആഗ്രഹിക്കുന്നതാണ് സെക്സ്, ഒന്നിച്ച് അത് ലൈംഗിക ബന്ധം പുലർത്തുക. ഇത് ജഡത്തിന്റെ അഭിലാഷമാണ്. ഈ ജഡം നമുക്കറിയാം മരണത്തോടുകൂടി തീരുന്നു. ഇതാണ് ഈശോ പറഞ്ഞത്. ഹല്ലേലൂയ. അതെ, സ്വർഗത്തിൽ അതെ കല്യാണമില്ല. ഹല്ലേലൂയ. അവിടെ എല്ലാവരും മലഹമാരെ പോലെ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ അതീതമായ സ്വർഗീയ ജീവിതം ആണ് അവിടെ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ
ഇത് ഇപ്പോൾ പറയാൻ പ്രയാസമാണ്. കാരണം ആധ്യാത്മികങ്ങളും മൂല്യങ്ങളും നശിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു അപ്പനും അമ്മയ്ക്കും അപ്പന് മകനെയോ മകളെ കണ്ടാൽ ഒരു ജഡീയ വികാരം ഉണ്ടാകുകയില്ല സാധാരണഗതി. ഹല്ലേലൂയ. ഇന്നതൊക്കെ പോയിരിക്കുക കേട്ടോ. അത്രമാത്രം മനുഷ്യൻ അധാർമികതയിലാണ്. അതുപോലെ മറ്റവൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഒരാഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാകാൻ പാടില്ല. അത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ, സ്വർഗീയ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഒരു ആത്മീയ അനുഭവമാണ്. ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈശോ പറഞ്ഞത് 7 അല്ല 70 വരെ കെട്ടുകയാലും ശരി, അവരെല്ലാവരും ദൈവമക്കളായിട്ട് തമ്മിൽ സ്നേഹിച്ച് കഴിയുന്നു എന്ന്. എന്നാൽ നമ്മൾ കുടുംബമായിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ, പ്രിയ മക്കളെ, മാതാപിതാക്കളെ, ഒരു കാര്യം ഞാൻ തുറപ്പിച്ച് പറയാം. മരണശേഷം നമ്മുടെ ജീവിതം നമ്മൾ ഇപ്രകാരം ഇവിടെ ആത്മീയമായി ജീവിച്ചു, അതിൻ്റെ തുടർച്ചയാണ്. നീ ഒരു ഭാര്യയായിട്ടാണോ മരിക്കുന്നത്? നീ ഒരു ഭർത്താവായിട്ടാണോ മരിക്കുന്നത്? നീ ഒരു അച്ഛനായിട്ടോ കന്യാസിയായിട്ടോ മരിക്കുന്നുവോ? നീ അപ്രകാരം തന്നെ ആയിരിക്കും അടുത്ത ലോകത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അവിടെ കനിഷ്ഠമായിട്ട് നിന്റെ ഭാര്യ ആദ്യം മരിച്ചാൽ, ഭർത്താവ് ആദ്യം മരിച്ചാൽ, അത് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ വ്യക്തി. അതുപോലെ ബന്ധുമിത്രാദികളെ കാത്തിരിക്കും. കാരണം ആ ബന്ധം ജഡിക ബന്ധം അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിലെ ബന്ധമല്ല. ഞാനിപ്പം മഞ്ഞാക്കൽ എന്ന് പറയുന്ന വീട്ടുകുടുംബത്തിലെയാണ്. എന്നാൽ എന്നെ ആകാംക്ഷയോടെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് മഞ്ഞാക്കൽ ഉള്ളവർ മാത്രമല്ല, അവിടെയുള്ള എല്ലാ ദൈവമക്കളും. ഹല്ലേലൂയ. ആ ദൈവമക്കളെല്ലാം എന്നെ കാത്തിരിക്കും സ്വർഗത്തിൽ ഞാൻ ചെല്ലാനായിട്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും കുടുംബ ബന്ധമോ നാടുബന്ധമോ ഭാഗികത, അത് തെക്കും ഭാഗനെന്നോ വടക്കും ഭാഗനോ ലത്തീൻകാരനോ സുറിയാനിക്കാരനോ കാരൊക്കെ ഇവിടെയാണ്. നമുക്ക് ഇവിടെയാണെങ്കിൽ അവർക്ക് പ്രത്യേകം ശവക്കുഴിയാണ്, ശവക്കോട്ടയാണ്. ഹല്ലേലൂയ. തെക്കുംപാർക്ക് ഒരു ശവക്കോട്ടയുണ്ട്, ലത്തീൻകാർക്ക് ഒരു ശവക്കോട്ട, അല്ലെങ്കിൽ സുറിയാനിക്കാർക്ക് വേറൊന്ന്. അതൊന്നും അവിടെ ഇല്ല. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം ഒന്നാണ്. സഹോദരി സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ഇതാണ് ഈശോ വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാം വായന വെളിപാട് പുസ്തകം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വെളിപാടിൻ്റെ ഭാഷ തന്നെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. 2 സാക്ഷികളെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അതായത് 2 സാക്ഷികൾ, 2 ഒലിവ് മരങ്ങൾ. ഒലിവ് എന്ന് പറഞ്ഞാൽ സമാധാനമാണ് സൂചിപ്പിക്കുന്നത്, ഒലിവ് മരം. 2 ദീപം, ദീപം വെളിച്ചം നമുക്കറിയാം. അപ്പൊ 2 വ്യക്തികൾ, പ്രവാചകർ, വചന പ്രഘോഷകർ, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ്. അവരെ ആർക്കും ഉപദ്രവിക്കാൻ ആവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപദ്രവിച്ചാൽ അവർക്ക് നാശം വരുമെന്ന്. അപ്പോൾ വരാനിരിക്കുന്ന ഭാവിയെപ്പറ്റി പറയുകയാണ്. കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ദീപങ്ങളായിട്ട് സാക്ഷികളായിട്ട് ഒലിവ് മരങ്ങളായിട്ട് ധാരാളം പേർ കാണും. അവരെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. കാരണം അന്ധകാര ശക്തികൾക്ക്, ജഡീക ശക്തികൾക്ക് അതിഷ്ടമല്ല. എന്നാൽ അവർക്ക് അവരെ നശിപ്പിക്കാൻ ആവതല്ല. ഇനി പറയാണ്, അവരുടെ ശരീരങ്ങളെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞേക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കിയ പ്രവാചകരെല്ലാവരും കല്ലെറിയപ്പെട്ടു, കഴുത്തറക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം സത്യവചനം യേശുക്രിസ്തു ഏകദൈവമാണെന്ന് ഏറ്റുപറയുന്നുവോ അവരെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനുള്ള പരിശ്രമം ലോകത്തിലെവിടെയുമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ ശരീരത്തെ ഇല്ലാതാക്കാം. എന്നിട്ട് പറയാണ്, ആ ശരീരങ്ങൾ നിലത്ത് 3 ദിവസം കിടന്നു, ആരും അവരെ അടക്കിയില്ല. ഇതിനൊക്കെ വലിയ വലിയ ആധ്യാത്മിക അർത്ഥങ്ങൾ. അതായത് അവിടെയാണ് അവർ അവന്റെ നാഥനെ ക്രൂശിച്ചത്. ഹല്ലേലൂയ. ആരാ? യേശുക്രിസ്തുവിനെ. 3 ദിവസം അവനെ ഭൂമിയിലായിരുന്നു. ഇനിയും അതുപോലെ നമ്മൾ ഓർക്കണം, ഇതൊരു പ്രത്യേക അർത്ഥസൂചകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് 3 ദിവസം അവൻ ഭൂമിയിലുണ്ടായിരുന്നു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുപോലെ അവന്റെ വചനം പ്രഘോഷിക്കുന്നവർ, അതായത് അവന്റെ സാക്ഷികളായിട്ട് ദീപമായി പ്രകാശിക്കുന്നവര്, അഥവാ ഒലീവ് ശാഖകളായിട്ട് നിൽക്കുന്നവർ, താൽക്കാലികമായിട്ട് മരണപ്പെട്ടേക്കാം, മൃഗീയമായി കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇതാണ് ഒരു ക്രൈസ്തവന്റെ, യേശുക്രിസ്തു വിശ്വസിക്കുന്നവന്റെ വിശ്വാസവും.
അതെ, ഈ ലോകത്തല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ലക്ഷ്യം ലാക്കാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള നിർദ്ദേശമാണ് അത് നമ്മൾ ഒന്നാം വായനയിൽ കേൾക്കുകയുണ്ടായത്. അതുകൊണ്ട് പറയാണ്, 3-ാം ദിവസം ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അതെ, ഇനിയും അവർ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു. അതിനുശേഷം ഇങ്ങോട്ട് കയറി വരൂ എന്ന് പറയുന്ന സ്വരം കേട്ടത്. അവരെല്ലാവരും ഒരു മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് പോയി. ഹല്ലേലൂയ. അതെ, നമ്മ ഓരോരുത്തരുടെയും, അതായത് കർത്താവിനെ പ്രഘോഷിക്കുന്നവർക്ക് വരാനിരിക്കുന്ന അനുഭവം. അതെ, നാം ഓരോരുത്തരും ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും യേശുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ബിജിലച്ചനോ കാര്യച്ചനോ മഞ്ഞാക്കളച്ചനോ അല്ലെങ്കിൽ ഏതാനും പേര് മാത്രമല്ല. ലോകത്തുള്ള എല്ലാ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച വ്യക്തിയുടെയും കടമയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കർത്താവിനെ പ്രഘോഷിക്കുക. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ദാനിയേൽ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അതായത് നിങ്ങൾ 2 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് കേട്ടു വട്ടായലച്ഛൻ്റെ ഒരു പ്രസംഗം. നമ്മുടെ കത്തോലിക്ക സഭ ഇവിടെ വംശനാശം വരുന്നുവെന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റും പ്രകാരം അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും പലരും. അതായത് ഏതെങ്കിലും ഒരു വംശം നിലനിൽക്കണമെങ്കിൽ ഒരു കുടുംബത്തിൽ ശരാശരി 3 കുട്ടികൾ കാണണം. അതിൽ താഴുമ്പോൾ മുതൽ വംശം നശിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ ഇപ്പോൾ 1.3 ഉള്ളൂ. 50 രാജ്യങ്ങളിൽ അവിടെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. നമുക്ക് വെറും 1 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷം കഴിയുമ്പോൾ, അഥവാ 40 2 ഡിക്കേഴ്സ്, അതേപോലെ 20 വർഷം കഴിയുമ്പോൾ നമുക്കൊരു വംശനാശം വരാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ മക്കളില്ല. മാത്രമല്ല മക്കൾ പുറത്തേക്ക് പോകുന്നു. 2 കാര്യങ്ങൾ ഏറ്റവും പറഞ്ഞുകൊണ്ട് ഷക്കീന ടെലിവിഷനിലും അതിനെപ്പറ്റി ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അത് ഏറെ ഭയപ്പെടുത്തുന്ന 2 കാര്യങ്ങളായിരുന്നു. അതെ, ഇനി ഇവിടെ ദാനിയേലച്ചൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് കർത്താവ് അതെ ഒരു അവശേഷിക്കുന്ന ഭാഗത്തെ ഒരുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം നമുക്കറിയാം പാപം ചെയ്തു. യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ട സ്ഥലങ്ങളിൽ അവരൊന്നിച്ചുകൂടി ചെറിയതായിട്ട് വളർന്നു. അതിനുശേഷം നമുക്കറിയാം 1947 പുതിയ ഇസ്രായേൽ രൂപം കൊള്ളുന്നതും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കർത്താവ് ഒരുമിച്ച് കൂട്ടിയതും. ഹല്ലേലൂയ. ഇത് ചരിത്രം ആണ്. എങ്കിൽ പറയാണ്, ഇപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭ, അതെ ക്രിസ്തീയ സമൂഹം അവിടെ ഇവിടെയും ചിതറിക്കപ്പെടുന്നു. നമുക്കറിയാം ആദ്യകാലത്ത് ഇവിടുന്ന് മലബാറിലേക്ക് കുടികയറി. അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ജോലിക്കായിട്ട് ബോംബെ, കൽക്കട്ട, ഡൽഹിക്കൊക്കെയാണ് കുടിയേറിയത്. ഇപ്പോൾ 3-ാം പരമ്പരയാണ്. എങ്ങോട്ടാണ്? ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, ജർമ്മനി അതെ പോവുകയാണ്. അതെ, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഇപ്രകാരം കുടിയേറുന്ന ഒരു ജനമാണ്. ഇനിയും അതിൽ അതെ തെറ്റുണ്ടോ ശരിയുണ്ടോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പള്ളിയെല്ലാം കാലിയാകും, കാരിശുഭവനൊക്കെ കാലിയാകും. കാരണം മക്കളില്ല, എല്ലാം പുറത്തായിരിക്കും. ഇവിടെ അവശേഷിക്കുന്നത് ഒരു ചെറിയ അംശം. ഹല്ലേലൂയ. അതുപോലെ എല്ലായിടത്തും വിശ്വസിക്കുന്നവരുടെ ഒരു ചെറിയ അംശം മാറ്റിവെക്കപ്പെടും. അവർ എരിയുന്ന തീപ്പന്തങ്ങളായിട്ട്, അതായത് ദീപശിഖകളായിട്ട്, കർത്താവിന്റെ പരിശുദ്ധാത്മാവാൽ ജ്വലിക്കുന്നവരായിട്ട് ബൈബിളും ഏന്തി യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന് പ്രഘോഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ വളരെ ശക്തമായ ഭാഷയിലാണ് ഒച്ചയുള്ള മൈക്കിൽ കൂടെ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാത്രി കേൾക്കുകയായിരുന്നു. മനോഹരമായിട്ട് ഹൃദയങ്ങളെ അത് വളരെയധികം സ്പർശിക്കുന്ന രീതിയിൽ പറഞ്ഞു. യേശുക്രിസ്തു ഏകരക്ഷകനാണ്. ആരെല്ലാം ഏറ്റുപറയുന്നു അവരെ കർത്താവ് ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ടവരെ, ഇനിയും അതെ താമസം വിന ഇപ്രകാരമുള്ള വലിയ കൺവെൻഷനൊക്കെ നിന്ന് പോകും. പള്ളികളും ഇല്ലാതായിത്തീരും. ഒരുപക്ഷെ യൂറോപ്പിലെ പോലെ പല പള്ളികളും വിൽക്കേണ്ടി വരും മറ്റു മതക്കാർക്ക്. കാരണം ഈ ബ്രഹ്മാണ്ഡമായ ദേവതങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കാൻ പറ്റും. ആർക്ക് പറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ? ആർക്ക് നോക്കാൻ പറ്റും? അപ്പോൾ അത് വിൽക്കേണ്ടതായ ഗതികേട് വരും. ടാക്സി പോലും കൊടുത്ത് മടുക്കും. പ്രിയപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഇവിടെ നാം ഈ ജീവിച്ചിരിക്കുന്നവരായ നാം, നിങ്ങളും ഞാനും ശ്രദ്ധാപൂർവം ഈശോയെ ആഴമായി സ്നേഹിച്ചുകൊണ്ട് അവനെ പ്രഘോഷിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു മിനിറ്റ് നോക്കിയാൽ എന്തുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വംശനാശം വരുന്നുവെന്ന് ചോദിച്ചാൽ
മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മൾ ജീവിക്കാഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഇന്നലെ കഴിഞ്ഞ വർഷം വട്ടായലച്ചൻ എണ്ണി പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജന്മം കൊണ്ട കത്തോലിക്ക അഥവാ ക്രിസ്തീയ സമൂഹം വളർന്നു വന്നു 1960 വരെ. എല്ലാ വർഷവും ജനസംഖ്യ കൂടുതലായിരുന്നു നമ്മുടേത്, അല്പമെങ്കിലും. അത് കഴിഞ്ഞ് അത് കീഴോട്ട് വന്നു. ഒന്ന് നോക്കിക്കേ, കഴിഞ്ഞ 3 ശതകങ്ങളായിട്ട് എല്ലാ വീടുകളിലും 1 അല്ലെങ്കിൽ 2 പിള്ളേരേ ഉണ്ടായുള്ളൂ, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, അത് ഗവൺമെൻറ് ഫാമിലി പ്ലാനിങ് കുടുംബാസൂത്രണം കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കുടുംബാസൂത്രണം ഭംഗിയായി ചെയ്തത് കേരള സംസ്ഥാനമാണ്. 1ാം സമ്മാനവും കിട്ടി. ഹല്ലേലൂയ. അതായത് ഏറ്റവും എണ്ണം കുറച്ചത്. എന്നാൽ അതിന് ഏറ്റവും മുൻകൈ എടുത്താൽ ക്രിസ്ത്യാനികൾ. ഇന്ന് അതിൻ്റെ ദുരന്തമാണ് നാം അനുഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ, ഉദാഹരണമായിട്ട് ആ വിഴിഞ്ഞത്ത് കിടന്നുകൊണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ബഹളം വെച്ചിട്ട് ആരുണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പറയാൻ? രാഷ്ട്രീയ തലത്തിൽ ആരുമില്ല. അടുത്ത കാലം ഒരു കെ എം മാണി ഉണ്ടായിരുന്നു, അതും പോയി. ഒരു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നത്, അതും പോയി. അതെ, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരിടത്തും മേൽവി ഇല്ല നമുക്ക് വേണ്ടി വാദിക്കാൻ. കാരണം ഇല്ല, മക്കളെല്ലാം ഓസ്ട്രേലിയയിലാണ്, അമേരിക്കയിലാണ്, ബുദ്ധിമാന്മാരെല്ലാം അമേരിക്ക നാസയിലാണ്. ഇവിടെ ആരുമില്ല നമുക്ക് വേണ്ടി. അങ്ങനെ ഒരു ഗതികേട് വന്നത്. എന്തെല്ലാം സമരങ്ങൾ ചെയ്താലും നമ്മൾ ഇവിടെ വിജയിക്കില്ല. കാരണം ആളില്ല. ഒരു തലങ്ങളിലും ഗവൺമെൻറ് തലത്തിൽ നമ്മുടെ ആളുകളില്ല. എവിടെ ചെന്നാലും മറ്റ് ജാതിപ്പെട്ടവരാണ്. അതുപോലെ രാഷ്ട്രീയത്തിലുമില്ല. അങ്ങനെ നമ്മൾ സമൂഹപരമായിട്ട് മതപരമായിട്ട് നാശത്തിലേക്ക് പോകാൻ കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. കൊച്ചു കുടുംബം മതി. ഇന്നും മനസ്സിരിക്കുന്ന മക്കളെ വേണ്ട, 2 മതി, 1 മതി. ഈ മനോഭാവത്തൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് സത്യം. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് നല്ല ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ തീരുമാനമെടുക്കാം. ഭൗമികമായ കാര്യങ്ങളിൽ മാത്രം മനസ്സ് വയ്ക്കാതെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കൂടുതൽ പരുവപ്പെടുത്തി ശക്തിപ്പെടുത്തി ദൈവമക്കളായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. അതുതന്നെയാണ് സുവിശേഷത്തിലൂടെ പറഞ്ഞു, ദൈവ മക്കളായി ജീവിക്കുക. ഈ സ്വർഗീയ ജീവിതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഇവിടെയും ഈ കാഴ്ചപ്പാടുണ്ടാകൂ. അല്ലെങ്കിൽ എന്താ, ഭൗമികമായ ചിന്ത മക്കൾ കൂടുതലുണ്ടായ ചിലവ് കൂടും, അധ്വാനം കൂടും, വലിയ വീട് വേണം, ആപ്പടെ പറ്റില്ല, ആശുപത്രി പോകണം, മരുന്ന് ബുദ്ധിമുട്ടാവുകൊണ്ട് പിള്ളേർ 1 മതി, അല്ലെ 2 മതി. ഇതെല്ലാം ഭൗമികമായ ചിന്തകളാണെന്ന് ഓർക്കണം. ആത്മീയമായ ചിന്ത ഇതാ. കർത്താവ് പറഞ്ഞു, മക്കൾ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. കുടുംബത്തിൻ്റെ മാത്രമല്ല, നാടിൻ്റെയും രാജ്യത്തിൻ്റെ മുഴുവനും അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെയുള്ള ആധ്യാത്മിക ചിന്തകൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തകൾ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഭൗമിക ചിന്താഗതികൾക്കും മാനങ്ങൾക്കും അനുസരിച്ചും ജീവിച്ചതിൻ്റെ പ്രതിഫലം നമ്മൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും 1ാം വായനയിലൂടെയും നമ്മോട് പറയുന്നത് കൂടുതൽ ആധ്യാത്മിക മാനങ്ങൾക്ക്, മൂല്യങ്ങൾക്ക് അർത്ഥം കൊടുത്തുകൊണ്ട് ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ. 1 മിനിറ്റ് കണ്ണുകൾ ശാന്തമായി അടച്ച് കൈകൾ മാറോട് ചേർത്ത് വെച്ച് ആ വചനം, കേട്ട വചനം മാംസമായി തീരുവാൻ ആഗ്രഹിക്കൂ. എന്ന് പറഞ്ഞാൽ വെറും കേൾവിക്കാരാകാതെ അത് പാലിക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവിന് കൃപയെ യാചിക്കൂ. പുരുഷ വിവാഹിതരുണ്ട്, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്, മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവർ, പലരും ആഗ്രഹിക്കുന്ന 1 കുട്ടി മതി, 2 മതി, 1 മതി, ധാരാളം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ഇവിടെയാണ് തിരുത്തലുകൾ വേണ്ടത്. കർത്താവേ, വചനം കേട്ട മക്കൾ വിരച്ച വചനം കർത്താവേ ഫലം കൊയ്യുവാൻ, ഫലം അണയുവാൻ ഇടയാക്കണമേ. ഞാനീ പ്രഘോഷിച്ചത് ഇപ്പോൾ ഈ പന്തലിരിക്കുന്നവർ മാത്രമല്ല, കർത്താവേ, പല രാജ്യങ്ങളിലുള്ള മലയാളികൾ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈശോനാഥ, ഞങ്ങളുടെ വംശം ഇല്ലാതായിത്തീരുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയമുണ്ട്. എന്നാൽ ആ വംശം ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ തീർന്നു പോയില്ല. അങ്ങയുടെ മക്കളായി ഞങ്ങൾ ജീവിതം തുടരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഒരുപക്ഷെ ഞങ്ങൾ കേരളത്തിൽ ഇല്ലാതായേക്കാം, വേറൊരു രാജ്യത്തില്ലാതായേക്കാം. എങ്ങാനും കർത്താവേ, നിത്യതയെ കണ്ട് നിത്യരാജ്യത്തിനു വേണ്ടി ജീവിക്കാൻ ഞങ്ങൾ എവിടെയായാലും, ലോകത്തിൻ്റെ ഏത് കോണിലായാലും ദൈവമക്കളായി തന്നെ ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവേ, എവിടെയായാലും അങ്ങേ പ്രഘോഷിക്കുന്ന, അങ്ങേ സ്നേഹിക്കുന്ന ഉത്തമ ക്രിസ്ത്യാനികളായിരിക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ.
കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ആ കൃപ കൊടുക്കണമേ. ആധ്യാത്മിക മൂല്യങ്ങൾ അനുസരിച്ച് നല്ല ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാനുള്ള കൃപ കർത്താവേ ഏത് രീതിയിലോ ഏത് സമുദായത്തിലോ പെട്ടവരായാലും കൊടുക്കണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ക്രിസ്ത്യാനികൾക്ക് ഒരു ഉണർവ് കൊടുക്കണമേ കർത്താവേ. അതെ, ഭൗമിക കാര്യങ്ങൾ മാത്രം ആശ്രയം വയ്ക്കാതെ ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ആശ്രയം വെച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ലക്ഷ്യബോധവും അനുഗ്രഹം കൊടുക്കണമേ കർത്താവേ. ഇപ്പോൾ ഇവിടെ ഈ ബലിയിൽ സംബന്ധിക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കൊണ്ടുവരുന്നു. നിമിഷങ്ങൾ കഴിയുമ്പോൾ അപ്പവും വീഞ്ഞും അങ്ങ് ശരീരവും രക്തവുമാക്കുമല്ലോ. ആ മഹാ അത്ഭുത നിമിഷത്തിൽ ഇവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. ആത്മീയമായ ഉണർവ് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരിവിടെയുണ്ട്. കൂടുതൽ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നവരുണ്ട്. അതുപോലെ ആന്തരിക സൗഖ്യം കിട്ടാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്നവരുണ്ട്. ശാരീരിക രോഗങ്ങൾ മാറിക്കിട്ടണമേ എന്നും ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവർ, അഥവാ ശാരീരരോഗം സഹിക്കാനുള്ള ശക്തി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇവരെല്ലാം ഞാൻ ഇപ്പോൾ പീലാസായാലും കാസായാലും അപ്പത്തോടും വീഞ്ഞോടും കൂടി ചേർത്ത് വയ്ക്കുന്നു. ഇവരെ മാത്രമല്ല, ഇവരാർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നു. അവരെ ഞാൻ കൊണ്ടുവന്ന് കർത്താവേ 2 പാത്രങ്ങളിൽ സമർപ്പിക്കുന്നു, അപ്പത്തോടും വീഞ്ഞോടും ചേർത്ത്. കർത്താവെ മാത്രമല്ല, മരണം മൂലം വേർപെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ കാര്യക്ഷമനുമായി ബന്ധപ്പെട്ടവർ, മരണം മൂലം വേർപെട്ടവർ ഒത്തിരി പേരെ എനിക്കറിയാമായിരുന്നു. 5-6 വർഷമായി അവരെൻ്റെ അടുക്കൽ വരികയും ഞാൻ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്ത വ്യക്തികളെ കണ്ണിൽ ഞാനിപ്പോൾ കാണുന്നു കർത്താവെ. അവർ പലരും സ്വർഗത്തിലാണ്. അവരിപ്പോൾ ഈ അൽത്താരയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അവരെ കർത്താവെ ശുദ്ധീകരണത്തിരിക്കുന്ന പലർക്കും ഇതാ വന്നിരിക്കുന്നു കർത്താവെ. കൃപ ചോദിച്ചുകൊണ്ട് അനുഗ്രഹം യാചിച്ചുകൊണ്ട് അവരെ ഒന്നിച്ചു കൂട്ടി ഞാനിപ്പോൾ പീലാസായാലും കാസായാലും അർപ്പിക്കുന്നു. അല്ലാത്ത മരണം മൂലം വേർപെട്ട ആരുപോലുമില്ലാത്ത ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു നാഥ. അത്ഭുതകരമായി അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഈശോ ഉത്ഥാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ കർത്താവെ. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു, ഭാരതത്തിലെ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കണമേ, കേരള സംസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. കാരണം ഇവിടെ കർത്താവെ ഞങ്ങൾ മാപ്പാപ്പായെയും ഞങ്ങളുടെ മെത്രാനെയും എല്ലാ രൂപതകളെയും അർപ്പിക്കുന്നു കർത്താവെ. കാരിഷ് ഭവനെയും കാരിഷ് ഭവൻ്റെ വൈദികരെയും ഇവിടുത്തെ എല്ലാ സംരംഭങ്ങളെയും കൂടി അർപ്പിക്കുന്നു നാഥ. ഈ ബലിയിൽ കരങ്ങൾ നീട്ടി ഇതെല്ലാം സ്വീകരിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് നല്ലവ ചെയ്യണമേ. പ്രാർത്ഥിക്കും ദാസരെ ശവിക്കുക നാഥ, ശവിക്കുക നാഥ. പ്രാർത്ഥിക്കും ദാസരെ നീ, പ്രാർത്ഥിക്കും ദാസരെ ശവിക്കുക നാഥ, ശവിക്കുക നാഥ. പ്രാർത്ഥിക്കും ദാസരെ നീ.